ഈ ഒരു ഹെഡ് യൂണിറ്റ് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആണ്. ഈ ഒരു മോഡൽ ടൈപ്പ് ഓഫ് സ്ക്രീനുകൾ കിയ സോണറ്റ് പഴയ വേരിയൻ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ മുന്നുള്ള ഈ ടൈപ്പ് വരുന്ന സ്റ്റീരിയോ, ഇനി പുതിയ ഫേസ് ലിഫ്റ്റിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പഴയ ടൈപ്പ് ഓഫ് സ്റ്റീരിയോകൾ പൊതുവെ ഒരുപാട് ടച്ച് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ടച്ചിൻ്റെ ഈ ടച്ച് ഈ സൈഡ് ലാസ്റ്റ് ലെഫ്റ്റ് കോർണർ വർക്ക് ആകുന്നില്ല. ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഇത് തന്നെയാണ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത്. ആദ്യം ലെഫ്റ്റ് വർക്ക് ചെയ്യാണ്ടിരിക്കും, പിന്നെ ഔട്ടോ ടച്ച് വർക്ക് ചെയ്യുന്നു, ചിലപ്പം ഫുള്ളായിട്ട് വർക്ക് ചെയ്യാണ്ടാവുന്നു. പിന്നെ കമ്പനി ഇതിന് 3 വർഷം വാറണ്ടി തരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി 2020 മോഡൽ ആയതുകൊണ്ട് 2022 മോഡൽ ആയതുകൊണ്ട് ആ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടച്ച് റീപ്ലേസ് ചെയ്യാന്നുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അത് ലോക്കൽ മാർക്കറ്റിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് നിന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെഡ് യൂണിറ്റ് ആണ് ഇത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് വലിയ ഫീച്ചേഴ്സ് ഒന്നും പറയാനൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതെ, എൻ്റെ ഡ്രൈവ് മോഡിലോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, സോറി. ഇതിൽ DRVM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് വൈൽ ഡ്രൈവിൽ നമുക്ക് ഇത് ബാക്കിലുള്ള വിഷ്വലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അത് നമ്മൾ ഡ്രൈവ് മോഡിലായിരിക്കണം. പിന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് പോകും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡീലൊന്ന് ഇട്ട് തന്നുള്ളൂ. ഇത് നമുക്ക് വൈൽ ബാക്കിലെ വിഷ്വൽസ് ഇങ്ങനെ കാണാൻ പറ്റും. ആ ഒരു ഫീച്ചേഴ്സ് ഇതിന് വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡ് യൂണിറ്റ് നമ്മുടെ വണ്ടിയുടെ ECM അല്ലെങ്കിൽ ക്യാമ്പസുമായി അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ റേഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ റേഡിയോ പ്ലേ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ നെക്സ്റ്റ് പ്രിവ്യൂ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് ക്ലസ്റ്ററിലും അത് കറക്റ്റായിട്ട് നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. ഈ ഒരു നെക്സ്റ്റ് പ്രിവ്യൂ മാത്രമേ വരുന്നുള്ളൂ. അത് കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സോങ് ഒക്കെ നെക്സ്റ്റ് പ്രിവ്യൂ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നെയിമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ ഈ ഒരു ഹെഡ് യൂണിറ്റും ഇതിൻ്റെ ക്യാമ്പസ് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന സൗണ്ടിൽ നമുക്ക് വലിയ ഓപ്ഷൻസുകളൊന്നുമില്ല. പൊസിഷൻ അറിയാം എല്ലാവർക്കും, ഇതൊക്കെ എല്ലാവർക്കും യൂഷ്വലായിട്ട് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. പിന്നെ സൗണ്ട് ട്യൂണിങ്ങിൽ ഒരു 3 ഓപ്ഷൻസ് വരുന്നുണ്ട്: ട്രബിൾ, മിഡ്, ബേസ്. ചില കമ്പനികളിൽ ട്രബിൾ, വോക്കൽ, ബേസ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി എന്ന് കാണിക്കുന്നു. അത് കോമൺ ആയിട്ട് നമുക്ക് ഹൈ, മിഡ്, ലോ ഈ ഒരു 3 ഫ്രീക്വൻസിയാണ്. ഇത് പല കമ്പനികളും അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പേര് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് കോമൺ എല്ലാം സെയിം ആവരുത്. ഈ ഒരു പ്രീമിയം സൗണ്ട് എന്നുള്ളതിൽ ഒരു 4 സൗണ്ട് മൂഡ് നമുക്ക് വരുന്നുണ്ട്. നാച്ചുറൽ വരുന്നുണ്ട്, ക്ലബ്, പിന്നെന്താ ലോങ് എന്ന് പറയുന്ന ഒന്ന്, പിന്നെ ലൈവ്. ഇത് 3 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻസ് ആണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലൈവ് എന്നാണ്. അപ്പോൾ ഞാനതാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഓരോന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫ്രീക്വൻസികളാണ് ചേഞ്ച് ആവുന്നത് എന്ന് വേണമെന്നുള്ള ഒരു ഇലക്ട്രിക് ആൻഡ് അക്യൂസ്റ്റിക് ഔട്ട്പുട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അത് ഇലക്ട്രിക്കലി അതുപോലെ അക്യൂസ്റ്റിക്കലി ഔട്ട്പുട്ട് തരുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഓപ്ഷൻസുകൾ അതിൽ വരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓഫ് കോഴ്സ് ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ OEM സെറ്റപ്പ് എന്ന് വെച്ചാൽ കമ്പനി തരുന്നത് നമുക്ക് വയർലെസ് ആയിട്ടാണ്. പക്ഷെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ വയർഡ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ വയർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വേറെ വീഡിയോ ആക്കിയിട്ട് ചെയ്തു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ വണ്ടിയുടെ ഈ ഒരു സ്ക്രീനിൽ വരുന്ന ജസ്റ്റ് നോർമൽ ഫീച്ചേഴ്സ്. അതുപോലെ ഞാനത് ചേഞ്ച് ചെയ്യാനുള്ള കാരണവും പറഞ്ഞു. ടച്ച് കംപ്ലൈൻറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ നല്ല ഔട്ട്പുട്ടാണ് ഇത് വരുന്നത്. എൻ്റെ കേസിൽ അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുള്ളതിലും ബെറ്റർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പൈനിയറിന്റെ LP6650BT എന്ന് പറയുന്ന ഒരു സ്ക്രീനാണ്. അത് ഞാൻ കാണിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഒരു നെക്സ്റ്റ് പ്രിവ്യൂ ഒക്കെ അടിക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ഓപ്ഷൻസും നമ്മൾ നമ്മുടെ സ്ക്രീന് അപ്ഗ്രേഡേഷൻ ചെയ്യുമ്പോൾ അതിലും കൂടെ കിട്ടണം. അപ്പോൾ അതിനാണ് നമ്മൾ ക്യാമ്പസ് സെറ്റപ്പ് വരുന്ന വയറിംഗ് ഹാർനസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എത്രത്തോളം ഈ ഒരു ഓപ്ഷൻസുകളൊക്കെ അതിലും നമുക്ക്. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു സ്ക്രീൻ എന്തായാലും ഇഗ്നീഷൻ ഓഫ് ചെയ്തോളൂ. ഇപ്പോൾ ജസ്റ്റ് ഇഗ്നീഷൻ ഓൺ, എഞ്ചിൻ ഓൺ അല്ല. അപ്പോൾ ഞാൻ ഇഗ്നീഷൻ ഓഫ് ചെയ്തു. ഇപ്പോൾ ക്ലസ്റ്റർ എല്ലാം ഓഫ് ആയിട്ടുണ്ട്. പക്ഷെ സ്റ്റീരിയോ ഓഫ് ആവുന്നത് നമ്മളെപ്പോഴാണ് ഡോർ തുറക്കുമ്പോൾ ഇനി ഇത് ഓണായില്ല. ഇനി നമ്മൾ ജസ്റ്റ് ഇഗ്നീഷൻ ഓൺ ആക്കിയാല്
ഇത് ഇഗ്നിഷൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തു. അപ്പോ ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഇതൊക്കെ ജസ്റ്റ് വലിയൊരു ജസ്റ്റ് ക്യാമ്പസ് സെറ്റപ്പ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല. ചില സ്ക്രീനുകൾ നമ്മൾ ഈ പയനീറിന്റെ ഞാൻ സിൽവറാഡോയില് അങ്ങനെയുള്ള വണ്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സിൽവറാഡോയിലൊക്കെ പയനീറിന്റെ ADMS AB6 വെച്ചപ്പോൾ ക്യാമ്പസ് വിത്ത് നമുക്ക് കൺട്രോൾ AC കൺട്രോൾ വരെ നമുക്ക് സ്ക്രീനിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള ക്യാമ്പസ് സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അത് വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയ ഓപ്ഷൻസുകൾ മാത്രമാണ്. ഈവൻ നമുക്ക് ഇത് OBD പോർട്ട് വഴിയും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിൽ OBD പോർട്ടിലും നമുക്ക് ക്യാമ്പസിന്റെ ഹൈ ലോ വരുന്നുണ്ട്. അതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയൊരു ക്യാമ്പസ് സെറ്റപ്പ് അല്ല. അങ്ങനെ വരുന്ന വണ്ടികളും ഉണ്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ വണ്ടികളിലാണ് കൂടുതൽ വരുന്നത്. അമേരിക്കൻ യൂറോപ്സ്, ഫോക്സ്വാഗൺ വണ്ടികളിലൊക്കെ കൂടുതലായിട്ട് ക്യാമ്പസ് വരുന്ന കപ്ലറെ